എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല അവിടെ കിടന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നമ്മളെന്തോ ഈ മറ്റേ ചട്ടുകത്തില് എണ്ണയിൽ Let me drive to the left, to the right, 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 to the left, to the left. അപ്പൊ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടുത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മഞ്ജു പിള്ളയുടെ മകളായിട്ടുള്ള ദയ സുജിത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ റീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ചൊല്ലിയുള്ള പ്രശ്നം, ആ ഫോട്ടോയ്ക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു അഭിപ്രായം എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ അഭിഷേകം എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു അഭിഷേകത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. ദയ സുജിത്തിന്റെ ഈ ഒരു വിഷയമായിട്ടാണ് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അവർ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളത് നമുക്ക് കേട്ടിരിക്കാൻ പറ്റില്ല. അത്രയും വൃത്തിയായിട്ട കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. എന്താണ് സർ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും തോന്നിയതെ കുറിച്ച് പറയാൻ പറ്റും? ഇതുപോലെ വൃത്തിയായിട്ട് അത് മറ്റാരുമല്ല, ഷെഫീന ബീവി തന്നെയാണ്. ഷെഫീന തത്തന്റെ തെറിവിളി വൻ വൈറലായി എന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. അത് ഇൻസ്റ്റാഗ്രാമിൽ മേൽ. അപ്പൊ ദയ സുജിത്ത് ഇൻസ്റ്റാഗ്രാമില് 2023 മറ്റോ എങ്ങാനും പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയ്ക്കെതിരെയാണ് ഈ ഷെഫീനത്ത എന്ന് പറയുന്ന അവര് പൊട്ടിത്തെറിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്. അവര് എന്താ പറയാ, ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഫോട്ടോ ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ചില ആൾക്കാർ അതിനെതിരായിരിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഒരാൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ അതിൻ്റെതായ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി ഒരാൾക്ക് നേരെ എന്തുമാവാം എന്നുള്ളത് വളരെ ചീപ്പായിട്ടുള്ള പരിപാടിയാണ് അല്ലേ. അങ്ങനെ ഇരിക്കുകയാണ് ഷെഫീന ബീവി ഇവരുടെ ഈ 2023 പോസ്റ്റ് ചെയ്തത് ഇപ്പോഴാണ് തോന്നുന്നു ആള് കാണുന്നത്. അതോടുകൂടി തന്റെ ലൈവിലും വീഡിയോസിലൊക്കെ ആയിട്ട് ഈ ദയ സുജിത്തിനെതിരെ പൂരം തെറിവിളി എന്ന് വെച്ചാൽ ഒരാള് കേട്ടിട്ടുണ്ടെങ്കിൽ അറയ്ക്കുന്ന രീതിയിൽ ഒരു മനുഷ്യനെ, അതും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരാൾക്കെതിരെ ഇങ്ങനെ ഇത്രയധികം തെറി വിളിക്കുന്ന ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കേട്ടോ. അത് കേട്ടിട്ടുണ്ടെങ്കിൽ തൊലി ഉരിഞ്ഞു പോകും. ആർക്കും കേട്ടു നിൽക്കാൻ പറ്റാത്തൊരു അത്രയധികം അങ്ങേ അറ്റം. നമുക്കൊന്ന് ആ ഷെഫീന ബീവി എന്താ പറഞ്ഞിട്ടുള്ളതെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് സംസാരിക്കാം. ആ നാട്ടില് മുസ്ലിം സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന എന്റെ അമ്മയാണ്. ആദ്യമായിട്ട് 18 വയസ്സിൽ ജോലി കിട്ടി അവർക്ക് സർവേ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പം അങ്ങനെ റെവല്യൂഷൻ ഉണ്ടാക്കിയ കുടുംബമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്ന ആ എക്സ്പീരിയൻസ്. എന്തായാലും പറയാതിരിക്കാൻ വയ്യ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും വൻ സംഭവം തന്നെ. എന്തായാലും ബാക്കിയും കൂടെ പറഞ്ഞാൽ എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല അവിടെ കിടന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിനിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോ? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന എല്ലാവരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇവളാണെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. മോഡലിങ്ങിന്റെ പ്രൊഫഷണൽ തന്നെ ഈ മോഡലിംഗ് ആണ്. അപ്പൊ എന്താ പറയാ, മോഡലിങ്ങിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഫോട്ടോഷൂട്ടിന്റെ ഒക്കെ ആവശ്യങ്ങൾ വരും. അപ്പൊ എന്ന് കരുതി ഇവളിട്ട ഈ ഡ്രസ്സിനെ ന്യായീകരിക്കുകയല്ല. പക്ഷെ അവർക്ക് മാന്യമായ രീതിയിൽ പ്രതികരിക്കായിരുന്നു. ഇത് ഇത്തിരി കടന്നുപോയി എന്നല്ല, ഇതിന്റെ അപ്പുറം എത്തി എന്ന് തന്നെ പറയാം. അങ്ങേ അറ്റം മോശം എന്ന് വെച്ചാൽ ചീഞ്ഞാളിഞ്ഞ. ഇവർക്കെതിരെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ചിലപ്പോൾ എന്നെയും എടുത്തിട്ടൊക്കെ ചിലപ്പോൾ എടുത്ത് ചെയ്തു എന്നൊക്കെ വരും. എന്നാലും സാരമില്ല, നമുക്ക് നമ്മളെ അഭിപ്രായം പറയാലോ. അവര് ഇങ്ങേ അറ്റം പറയുന്നെങ്കിൽ നമുക്കെന്താ പറഞ്ഞുകൂടെ? നമ്മളുടെ അഭിപ്രായം മാന്യമായ രീതിയിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിലൊക്കെ പറഞ്ഞു പോകാം. അഭിപ്രായങ്ങൾ പറയണം, റിയാക്ട് ചെയ്യാം. എന്തൊക്കെ പറഞ്ഞാലും ഷെഫീന ബീവിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അവരുടെ കമന്റ് ബോക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും അവരൊന്നും ഈ കാലത്തല്ലാന്ന് തോന്നുന്നു ജീവിക്കുന്നത്. കാരണം സബ്സ്ക്രിപ്ഷനിലൂടെ മറ്റേ ലൈവിലൂടെയൊക്കെ ആയിട്ട് ഒരുപാട് പേര് ശരീരഭാഗങ്ങളൊക്കെ കാണിച്ച് ക്യാഷ് ഉണ്ടാക്കുന്നവരുണ്ട്. അവരെ ആ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റും. രണ്ടും രണ്ടാണ്. ഇത് മോഡലിങ്ങിന്റെ ഭാഗമായി ഒരു പ്രൊഫഷണൽ ആണത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ കുട്ടിക്ക് ആ ജോലി ചെയ്തേ പറ്റും. ഈ ദയ സുജിത്ത് ആണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഇല്ല, വേറെയുള്ള ലൈവ് പരിപാടി ഇല്ല, വേറെ ഒന്നുമില്ല. എന്നോ 2023 പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ്, അതും ഈ പ്രൊഫഷണലിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണത്. അല്ലാതെ നല്ല നല്ല എത്രയോ വേഷങ്ങൾ ഇട്ടിട്ടാണ് അവര് നടക്കുന്നത്. അപ്പൊ ഈ ഫോട്ടോഷൂട്ടിന് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഒരു വ്യക്തിക്ക് എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ള വ്യക്തി സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് കരുതി എന്തുമാവാം എന്ന്. അങ്ങനെ ഇങ്ങനൊരു പ്രശ്നം നടന്നതിന് ശേഷം എല്ലാവരും കൂടെ ഷെഫീന ബീവിക്ക് എതിരായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേരെ ഇട്ടിട്ട് ഒരുപാട് പേരുടെ ജീവിതം തകർത്തിട്ടുള്ള ഒരാളാണെന്ന് ഓർക്കണം കേട്ടോ. അപ്പം അവർക്ക് ഒരുപാട് സപ്പോർട്ടേഴ്സും ഉണ്ട്. അതുകൊണ്ട് എന്തായിന്നറിയാമോ, മഞ്ജുപിള്ളയുടെ മകൾ ആരാന്ന് പോലും അറിയാത്തവർക്കും കൂടെ ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ പോലും ഇത്രയും ഫേമസ് ആയി എന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ആൾക്ക് എന്തായാലും ആ 4 ആള് നാട്ടുകാർ മൊത്തം അറിയണം. ഷെഫീന ബീവി ഇത്രയധികം തെറി വിളിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇത് തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ അതിനെതിരെ എല്ലാവരും ഇത്രയും നാൾ അനുഭവിച്ചവരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് ഈ ഷെഫീന ബീവിയെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കാനുള്ള പരിപാടിയിലാണ് എല്ലാവരും. ഒരു സ്ത്രീ ഇത്രയും അതമ്പതിച്ച രീതിയിൽ ഒരു മകളെ പോലെ കാണുന്ന ഒരു വ്യക്തിയെ ഇത്രയും അധികം മോശമായ രീതിയിൽ കമന്റ് ചെയ്ത് സംസാരിച്ചിട്ടും അതിനടിയിൽ ഇവർക്ക് സപ്പോർട്ടീവായി വരുന്ന കമന്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിത്തടിച്ചു നിന്നു പോകും. ഇത്രയും അധികം ആളുകളുടെ ചിന്താഗതി മനസ്സ് ഇങ്ങനെയാണോ എന്ന് വിചാരിച്ചു പോകും നമ്മൾ. ഈ റേപ്പ് പോലത്തെ കേസുകൾ ഇങ്ങനെ ഒരു വസ്ത്രധാരണം ധരിച്ചത് കൊണ്ടാണ് വരുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. അപ്പം വളരെ കുഞ്ഞു പ്രായമുള്ള ചെറിയ മക്കൾ തൊട്ടിട്ട് ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള അവരെയൊക്കെ റേപ്പ് ചെയ്യുന്നതും പിന്നെ ഡെഡ് ബോഡിയോട് വരെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എന്തുകൊണ്ടാണ്? ഈ വസ്ത്രധാരണ കൊണ്ടാണോ? ഒരിക്കലുമല്ല, അതൊന്നുമല്ല. അതൊക്കെ അങ്ങനെയുള്ള ആളുകളുടെ ചിന്താഗതിയും മാനസിക പ്രശ്നം. പിന്നെ അതിനുശേഷം ദയ ഒരു റിയാക്ഷൻ വീഡിയോ പോലെ എന്ന് പറയാം. വേണമെങ്കിൽ ഷെഫീന ബീവി ഈ ദയക്കെതിരെ എങ്ങനെയാണോ റിയാക്ട് ചെയ്തത് അതിൻ്റെ ഇരട്ടിയായിട്ട് വേണമെങ്കിലും റിയാക്ട് ചെയ്യാം. പക്ഷെ ദയ ആ പ്രതികരിച്ച രീതി വളരെ സൂപ്പറായിരുന്നു കേട്ടോ. നമ്മളെ ചിലപ്പോൾ പലരും ഇങ്ങോട്ടേക്ക് പലതും പറഞ്ഞെന്ന് വരും. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ഇരട്ടി പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? എന്തായാലും അവള് അങ്ങനെ ഒരു മാന്യത കാണിച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് ആ ഒരു പ്രതികരണ രീതി. ഈ ഒരു ഷെഫീന ബീവി ഇങ്ങനെ റിയാക്ട് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് ആളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. ചില ആളുകൾ അങ്ങനെയാണ്, മറുപടികൾ അർഹിക്കുന്നില്ല അവർക്ക് തിരിച്ച് മറുപടി കൊടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അത് പറഞ്ഞ പോലെ ഈ ദയ എന്താണോ ഏതാണോ ദയയുടെ ക്യാരക്ടർ എന്താണോ അതറിയുന്ന കുറച്ച് കൂട്ടം ആൾക്കാരുണ്ട്. എന്നാൽ ദയയുടെ ക്യാരക്ടർ എന്താണോ എന്ന് പോലും അറിയാത്തതും ചില റിയാക്ഷൻ വീഡിയോക്കാർ ഇങ്ങനെ ഒരേ ആളുകളുടെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതിൻ്റെ കാരണം കോൺട്രവേഴ്സി അവർ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് ചെയ്യേണ്ടി വരുന്നത്. ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന കുറേ ആളുകളെ വീണ്ടും ചെയ്യേണ്ടി വരുന്നത് മറ്റൊരാൾ വേറൊന്ന് പറയും, അതിനെതിരായിട്ട് ഇവർ പറയും, വീണ്ടും വേറൊരു വീഡിയോ ഇടും, അവർക്കെതിരായിട്ട് വീണ്ടും ഇടും. അപ്പം അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇട്ട് കൊടുത്തോണ്ട് അതുകൊണ്ട് എന്താകും, അതിനെ എടുത്തിട്ട് റിയാക്ട് ചെയ്യേണ്ടി വരികയാണ്. അതാണ് സത്യം. വേണമെങ്കിൽ ഈ ദയക്കും അങ്ങനെ വേണമെങ്കിൽ റിയാക്ട് ചെയ്യായിരുന്നു അവർ പറഞ്ഞതിനനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെയൊന്നും നിൽക്കില്ലായിരുന്നു അല്ലേ? ഇനി ഷെഫീന ബീവിക്കെതിരെ കൊടുത്തിട്ടുള്ള കേസുകൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ബീവി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ ദയ സുജിത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ധരിച്ച വസ്ത്രത്തെ ആസ്പദമാക്കി അത്യന്തം അപമാനകരവും ലൈംഗിക സ്വഭാവമുള്ളതുമായ പരാമർശങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഈ വീഡിയോയിൽ നടത്തിയതായി കാണുന്ന പ്രധാന പരാമർശങ്ങൾ താഴെ പറയുന്നവയാണ്. 1. സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ലൈംഗികവൽക്കരിക്കൽ. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാർക്ക് തന്റെ ശരീരത്തിലേക്ക് ക്ഷണം നൽകുന്നതാണെന്നും അത് ഫാഷൻ അല്ലെന്നും വ്യഭിചാരമാണെന്നും ഷെഫീന ബീവി പ്രസ്താവിക്കുന്നു. ഒരു വ്യക്തിയുടെ വസ്ത്രധാരണത്തെ അവരുടെ ലൈംഗിക സ്വഭാവവുമായി ബന്ധിപ്പിക്കുകയും അവരുടെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത്. 2. ലൈംഗിക അതിക്രമത്തെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ. വീഡിയോയിൽ വിവസ്ത്രയായ റോഡിൽ നിൽക്കൂ, പുരുഷന്മാർ വന്ന് കയറി പിടിക്കട്ടെ. ബസ്സിൽ കയറി നിൽക്കൂ, പുരുഷന്മാർ നിന്നെ തടവട്ടെ. നിന്റെ ശരീരഭാഗങ്ങൾ പുരുഷന്മാർ ഞെക്കട്ടെ. പുരുഷന്മാർ നിന്റെ ശരീരം സ്പർശിക്കാനും നോക്കാനും വേണ്ടിയാണ് നീ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് എന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനകൾ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ സാധാരണവൽക്കരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവയാണ്. 3.
സ്ത്രീയെ ലൈംഗികമായി അപമാനിക്കുകയും സ്വഭാവഹത്യ നടത്തുകയും ചെയ്തത്. ഷഫീന ബീവി പറയുന്നത് ദയാ സുജിത്തിന് കാമപ്രാന്താണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ, അവരുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് അശ്ലീലവും ഡബിൾ മീനിംഗ് ഉള്ളതുമായ പരാമർശങ്ങൾ, അവർ പുരുഷന്മാരെ തന്റെ ശരീരം ലൈംഗികമായി ഉപയോഗിക്കാൻ ക്ഷണിക്കുകയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തി. ഇത് ഒരു സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നതും ലൈംഗികമായി അധിക്ഷേപിക്കുന്നതുമാണ്. 4. മാതാവിനെ ഉൾപ്പെടുത്തി ലൈംഗിക അധിക്ഷേപം നടത്തിയത്. മക്കളെ മര്യാദ പഠിപ്പിക്കണമെന്ന് പറയുകയും അമ്മ മകളെ തെറ്റായ ലൈംഗിക സ്വാതന്ത്ര്യം പഠിപ്പിക്കുകയാണെന്ന തരത്തിൽ ആരോപിക്കുകയും ദയയുടെ അച്ഛനെയും അമ്മയും ലൈംഗിക പരാമർശങ്ങളിലേക്ക് വലിച്ചിഴക്കുകയും അച്ഛന്റെ മുൻപിൽ ചെന്ന് തുണി അഴിച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്നു. അച്ഛന് മകളുടെ ശരീരം കാണുമ്പോൾ എന്ത് തോന്നുമെന്നറിയാൻ. ഇത് കുടുംബാംഗങ്ങളുടെ മാന്യതയെ അപമാനിക്കുന്നതാണ്. 5. അക്രമത്തിന് ആഹ്വാനം ചെയ്ത പ്രസ്താവനകൾ. വീഡിയോയിൽ ഇത്തരം സ്ത്രീകളെ നടുറോഡിൽ കൊണ്ടുചെന്ന് തുണിയില്ലാതെ നിർത്തണം, അതിന്റെ പേരിൽ നടക്കുന്ന ക്രൈം എന്തു തന്നെ ആയാലും അവൾ അത് അനുഭവിക്കണം, ദയയ്ക്ക് ജന്മം നൽകിയവരെ അടിക്കണം, ദയയെ തെരച്ചി വാലുകൊണ്ട് അടിക്കണം എന്ന പ്രസ്താവനകൾ നടത്തി. ഇത്തരം പ്രസ്താവനകൾ ഒരു വ്യക്തിക്കെതിരായ ശാരീരിക ആക്രമണത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതും ഭീഷണിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവയുമാണ്. 6. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ഷഫീന ബീവി പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നതിനെ മാനസിക രോഗമെന്ന് വിശേഷിപ്പിക്കുകയും ആ വ്യക്തിക്ക് മരുന്ന് നൽകണമെന്ന് അവരുടെ മാതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യാതൊരു ക്ലിനിക്കൽ പരിശോധനയോ യോഗ്യതയുള്ള വിദഗ്ധ അഭിപ്രായമോ ഇല്ലാതെ ഒരു വ്യക്തിയെ മാനസിക രോഗിയെന്ന് ചിത്രീകരിക്കുന്നത് അപകീർത്തികരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. 7. ബലാത്സംഗ ഇരയുടെ ചിത്രം ഉപയോഗിച്ചത്. വീഡിയോയിൽ ലൈംഗിക അതിക്രമത്തിനിരയായി മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉപയോഗിക്കുകയും അതുമായി ബന്ധപ്പെട്ട അനുചിതമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ പറയുന്നത് ഇവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മരണം നടക്കില്ലായിരുന്നു എന്നാണ്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നേരെ തിരിച്ചാണ് പലതും. അൺഫോർച്ചുനേറ്റ്ലി ഇരയുടെ സ്വകാര്യതയും മരണാനന്തര മാന്യതയും സംരക്ഷിക്കുന്ന നിയമവ്യവസ്ഥകൾ പ്രകാരം ഈ വിഷയം പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. 8. ഡിവോഴ്സായ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കൽ. പ്രതി കുടുംബ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കി നിയമപരമായി വിവാഹമോചനം നേടിയ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. 9. സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ച് വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു സ്ത്രീയെ അവരുടെ മക്കൾ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു. സ്വന്തം മക്കൾ അവരുടെ അമ്മയെ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നതിലൂടെ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ സ്വന്തം അമ്മയെ തങ്ങൾ കൊലപ്പെടുത്തുമെന്ന ചിന്ത ജനിപ്പിക്കുകയും വിവരിച്ച പ്രവർത്തികൾ താഴെ പറയുന്ന നിയമവ്യവസ്ഥകളുടെ പരിധിയിൽ വരുമോ എന്ന് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 79 സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്ന വാക്കുകൾ, പ്രവർത്തികൾ, ഡിഫമേഷൻ സംബന്ധിച്ച BNS വ്യവസ്ഥകൾ, വ്യക്തിയുടെ പ്രതിച്ഛായയെ ഹനിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, ക്രിമിനൽ ഇന്റിമിഡേഷൻ ത്രെറ്റ് സംബന്ധിച്ച BNS വ്യവസ്ഥകൾ, ഭീഷണി സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ, അബെറ്റ്മെന്റ് ഇൻസൈറ്റ്മെന്റ് സംബന്ധിച്ച ബാധകമായ വ്യവസ്ഥകൾ, അക്രമത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രസ്താവനകൾ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരമുള്ള ബാധകമായ വ്യവസ്ഥകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അപമാനകരവും ഹാനികരവുമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് അന്വേഷണത്തിൽ ആവശ്യമായ മറ്റു വകുപ്പുകൾ കൂടി ചുമത്തണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ അപേക്ഷ പ്രസ്തുത വീഡിയോയും സോഷ്യൽ മീഡിയ അക്കൗണ്ടും പരിശോധിക്കണം. വീഡിയോയിലെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി സ്വീകരിക്കണം. ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണം. ബാധിത വ്യക്തിയുടെ മാന്യതയും സുരക്ഷയും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഞാൻ ഇതിനകത്ത് എവിഡൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ വീഡിയോയുടെ ലിങ്ക്, ചാനൽ പ്രൊഫൈൽ നെയിം കൊടുത്തിട്ടുണ്ട്, റെലവന്റ് ടൈം സ്റ്റാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. ആലോചിക്കുന്നവർക്ക് ഇത്രയും ബോധം ഇല്ലാതെ ആയോ എന്നാണ്. കാരണം ഇത്രയും അലക്ഷ്യമായി ഇങ്ങനെയൊരു, അവരെ കുറ്റം പറയല്ല, ഓരോരുത്തർക്കും ഓരോരുത്തരായ ശൈലിയിലാണല്ലോ അവർ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഇത് ഇത്തിരി കൂടിപ്പോയി തന്നെ എന്ന് പറയുന്ന ആളുടെ വീഡിയോസ് ഒട്ടുമിക്കതും ഞാൻ കാണാറുണ്ട് കേട്ടോ. ചിലതൊക്കെ നല്ലതാണെന്നും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിനെ മാത്രം അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്താ പറയാ, അവരുടെ വായിൽ എങ്ങനെ ഇതുപോലുള്ള വാക്കുകൾ വരുന്നത്? എന്തുകൊണ്ട് അവർ ഈ ഒരു രീതിയിൽ പ്രതികരിക്കുന്നത്? അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്നത്? ഭയങ്കര ഒരു വസ്ത്രധാരണ അവരുടെ മാത്രം തീരുമാനമാണ്. എങ്കിലും പബ്ലിക്കായിട്ടൊരു സാധനം ഇടുമ്പോൾ ആ ഒരു സാധനത്തിന് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല കാണുക. ചിലവരതിനെ ഉൾക്കൊള്ളും, ചിലർക്ക് അതിനെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് വിചാരിച്ച് വായി തോന്നുന്ന മൊത്തം വിളിച്ച് പറയാനും പറ്റില്ല. അതിൻ്റെതായ രീതിയിൽ പ്രതികരിക്കാം. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഒരാളെ വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ അവരെ മാനിച്ചുകൊണ്ട്, അവരെ ബഹുമാനിച്ചുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ മാന്യമായ രീതി, അല്ലാതെ ഇങ്ങനെയൊന്നും ഒരു വ്യക്തിയെയും ആർക്കും പറയാനുള്ള അവകാശമില്ല, പറയാൻ പാടില്ല. ഇനി ഈ കേസിന്റെ അവസ്ഥ എന്താവുന്നൊന്നും അറിയില്ല, എവിടെ ചെന്ന് എത്തുന്നൊന്നും അറിയില്ല, കണ്ടിന്യൂ ചെയ്തു പോകുമെന്നോ. ഇനി ഈ വിഷയത്തിനെ കുറിച്ച് ദിയാസന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജെൻസീസിന്റെ ഇടയിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഭയങ്കര ചാമിങ് ആയിട്ടുള്ള, ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് എനിക്ക് ദയാ സുജിത്ത് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. സോ ആ കുട്ടിയെ 2 ദിവസം മുമ്പേ ഈ ഷഫീന ബീവി എന്ന് പറയുന്ന ലേഡി, അവള് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു. ഞാൻ ഈ ഷഫീന ബീവിനെ പറ്റിയിട്ട് പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം, കാരണം ഞാൻ പല ആവർത്തി സംസാരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ജെൻസീസിന്റെ ഇടയിൽ പിള്ളേർ, പുതിയ കുട്ടികളൊക്കെ ഇപ്പോഴാണ് ഈ ഒരു ഡുണ്ടുമോൾ KPP കാണുന്നത്. സോ അവളെ പറ്റിയിട്ട് ചെറിയ കുറച്ച് വിവരണങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്.
ഇന്ന് ഇവിടെ വന്നിരുന്ന മറ്റേ കവലപ്രസംഗം നടത്തുന്നുണ്ടല്ലോ, അവള് വലിയ കുലയാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന്. എന്റെ പൊന്നു മകളെ, 2019 സമയത്ത് ഇവളുടെ ന്യൂഡിറ്റി ഉൾപ്പെടെയുള്ള സാധനങ്ങള് ഇവള് പല ആളുകൾക്കും അയച്ചു കൊടുത്തത് ഒരുപാട് ഇടങ്ങളിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവൾ ഇതിന്റെ പേരിൽ ഇനി എന്ത് കാര്യങ്ങൾ എനിക്കെതിരെ സംസാരിച്ചാലും ഞങ്ങളൊക്കെ കണ്ടതാണ്. ഇവളുടെ ന്യൂഡിറ്റി അത് ഇവള് വിറ്റ് കാശാക്കിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. എങ്ങനെയാണ് ഈ സ്ത്രീക്ക് ഒരു ബോൾഡ് മോഡലിംഗ് പിക്ചർ കണ്ടിട്ട് ഇത്രമാത്രം സ്ലെറ്റ് ഷെയ്മിങ്ങും ബോഡി ഷെയ്മിങ്ങും അതുപോലെ വേശ്യ എന്നുള്ള പ്രയോഗവും നടത്താൻ സാധിക്കുന്നത്? ആദ്യം അവള് പോയിട്ട് അവൾ ചെയ്ത വൃത്തികേടിനെ മറയ്ക്കാനും അവളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനും വേണ്ടിയിട്ടാണ് കേരളത്തിൽ അത്യാവശ്യം അറിയുന്ന ആളുകൾക്ക് എന്താ പറയുക കുറച്ചെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടിംഗ് ഒക്കെ ഉള്ള ആളുകളെ നോക്കി ഈ സ്ത്രീ അറ്റാക്ക് ചെയ്യുന്നത്. പൊതുവെ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവർക്ക് ഇതിൽ നിന്ന് സീരിയസ്ലി പറയട്ടെ വലിയ തോതിലുള്ള ഒരു ഓർഗാസം സംഭവിക്കുന്നുണ്ട്. ഒരേ ഇരിപ്പിരിക്കും. 3 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 3 പേരെയും കൊന്നിട്ട് വിധവാ പെൻഷൻ വാങ്ങിക്കുന്ന ഒരുത്തിയാണ് അവള്. ഒന്ന്. രണ്ടാമത്തേത് ദുബായില് പിമ്പായിരുന്നു, വലിയൊരു പിമ്പായിരുന്നു. ആ പിമ്പിനെ അവിടെ നിന്ന് ബാൻ ചെയ്താണ് വിട്ടിരിക്കുന്നത്. ദുബായിൽ ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇവരുടെ മൂത്ത മകനാണ് ഇവർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. പല ആളുകളുടെയും യൂട്യൂബ് ചാനലുകളിലും മറ്റൊക്കെ ഇവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പല ഇടങ്ങളിലുണ്ട്. ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ PM വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഇവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തരാം. അപ്പൊ ദിയാസനക്കെതിരെ മുന്നേ ഇവര് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉറപ്പായിട്ടും ദിയാസനക്ക് ഇവരോട് ഒരു ദേഷ്യം എന്തായാലും ഉണ്ടാകും. ഈ സജ്ജനാനൂറിന്റെ സംഭവം നടക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു ഇവരുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി. ഇനി ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം ദയാ സുജിത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ കാണുമ്പോൾ നമ്മൾ തുടക്കം വിചാരിക്കും, ഓ ഇതിലെന്തോ സംഭവമായിട്ട് ഷെഫീന ബീവിന് എന്തോ പറയാൻ വേണ്ടി വരുന്നതെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിലങ്ങനത്തെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ല. അടുത്ത ദിവസം ഞാനങ്ങ് എയറിലായി. ഞാൻ പേരുമാണെന്നും പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ് മൈ എനർജി അങ്ങോട്ട്, ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദാറ്റ് നെഗറ്റീവ് എനർജി ബൈ സേയിങ് ദ നെയിംസ്. ബട്ട് ഐ സേ ദിസ് ഫോർ വൺസ്. അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും പറയില്ല. അത് കഴിഞ്ഞ് ഞാനത് കണ്ടില്ല ഫുള്ള്, കുറച്ച് ബിക്കോസ് ഇറ്റ് വാസ് വെരി മച്ച്. നമ്മളെന്തോ എന്തത് ഈ മറ്റേ ചട്ടുകത്തിൽ എണ്ണയിൽ കടുകിടുമ്പോൾ പൊട്ടൂലേ, അതിൻ്റെ കൂടെ വെള്ളം കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊട്ടിയങ്ങ് അതുപോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് ഡോണ്ട് റിയാക്ട്, ഇറ്റ്സ് ഫൈൻ. ഇതുപോലെ വന്നിട്ടില്ല, പക്ഷെ somewhat very similar. Calm down, let's take a chill pill, continue with my life. ഓൾറെഡി ഡൗൺ ആണ്. അപ്പോൾ എനിക്ക് ഇത് ആക്ച്വലി ഇറങ്ങിയപ്പോൾ ഫുള്ള് കാണാത്തത് കൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് നല്ല വില ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, കാലിൻ്റെ അടിയിലെ പൊടിയുടെ വില എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും. പക്ഷെ then I later came to know that this was affecting, yes, it was affecting. എൻ്റെ അമ്മയച്ഛൻ്റെ പേരുണ്ടായിരുന്നു. But they were also busy with their life. They were like, it's fine, നമുക്ക് ഇഗ്നോർ അടിക്കാം. Because I don't want to waste my energy on someone like this. I would use my energy to keep these flowers alive. This makes more sense. ഞാൻ പറഞ്ഞ മനസ്സിലായോ? I don't want to put my energy on that. I'm not calling that a human. That is something else. അത് വേറെ എന്തോ ജീവിയാണ്. Anyway, എന്താ പറഞ്ഞേ? അപ്പോൾ I don't want to put my energy. But later I'm coming to know after 2-3 days that a lot of other women has been also affected by this. എൻ്റെ കാര്യം കൊണ്ടല്ല, അവർക്ക് ഇതുപോലെ പണിത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാധനം. അപ്പോൾ അത് കാരണം അതിൻ്റെ കോൺസിക്വൻസസ് അവർക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ മാത്രമല്ല, കുറെ വേറെ അതേ വിക്ടിംസ് ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു ഇനി ആരംഭിക്കാനാമ എന്നും പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അടുത്ത വീട്ടിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോക്കടിയിൽ ഒരുപാട് കമന്റുകൾ വന്നിട്ടുള്ളത് കേസ് കൊടുക്കണം മോളെ, ഇവർക്കെതിരെ എന്തായാലും കേസ് കൊടുക്കണം എന്നാണ് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ അതിന് കേസ് കൊടുക്കുന്നതിനെ കുറിച്ചോ അങ്ങനെയൊന്നും അവളൊന്നും ഇതൊന്നുമല്ല. സാധാരണ ഒരു ഫാമിലിയിലുള്ള ആളുകളൊക്കെയാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ അവരുടെ ചുറ്റും നിൽക്കുന്നത് ഫാമിലി എന്ത് തന്നെയായാലും ഷെഫീന ബീവിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിക്കോട്ടെ, ദയനെ സപ്പോർട്ട് ചെയ്യുന്നവരായിക്കോട്ടെ, അപ്പൊ ഗൈസ് നിങ്ങൾക്ക്
എന്താണോ ഈ വീഡിയോനെ കുറിച്ച് പറയാനുള്ളതെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുക്കുക. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറെ ടോപ്പിക്കായിട്ട് കാണുന്നത്